നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ സ്പ്രേ ഇങ്ങനെ അടിച്ച് കക്ഷത്തിലൊക്കെ സ്പ്രേ അടിച്ചിട്ട് നിങ്ങളിങ്ങനെ ഇറുക്കി പിടിച്ചെന്ന് വിചാരിക്കും. ഇറുക്കി പിടിച്ചിട്ട് അപ്പോൾ വീട്ടിലേക്കോ നിങ്ങൾ അറിയുന്ന ഒരാൾ വന്നപ്പോൾ അവർക്ക് സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഇറുക്കി പിടിച്ചു. അവർക്ക് ആ സ്മെല്ല് കിട്ടോ ഇല്ലയോ? കിട്ടും. നിങ്ങൾ എത്ര ഇറുക്കി പിടിച്ചാലും ആ സ്മെല്ല് അവർക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ കർത്താവിന്റെ സ്നേഹം നിറഞ്ഞാലുണ്ടല്ലോ, അത് തനിയെ പുറത്തോട്ട് ഒഴുകിക്കൊള്ളും. നമ്മൾ അതിന് വലിയ സഹോദരങ്ങളെ സ്നേഹിക്കേണ്ട വിഷയം പറയേണ്ടത് പോലുമല്ല. കാരണം ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ആത്മാവിന് സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റും. കാരണം അവനിലും ചലിക്കുന്നത് അതേ ദൈവത്തിന്റെ ആത്മാവാണ്. സ്വർഗം നമ്മൾ നോക്കുമ്പോഴല്ലോ, നമ്മുടെ ശരീരത്തിലേക്കല്ല കർത്താവ് നോക്കുന്നത്, ശരീരത്തിന്റെ കളറോ നിറവോ അല്ല കർത്താവ് നോക്കുന്നത്. യാക്കോബ് സ്ലീഹ പറയുന്നത് അറിയോ? അവന്റെ ആത്മാവിനെ കർത്താവ് അസൂയയോടെ അഭിലഷിക്കുന്നു. എന്റെ ആത്മാവിൽ ആ ദൈവസ്നേഹത്തിന് അനുഭവം ഉണ്ടാകുമ്പോൾ എന്റെ നോട്ടവും കർത്താവിന്റെ നോട്ടം പോലെയാകും. എന്റെ കണ്ണുകൾ കർത്താവിന്റെ കണ്ണുകൾ പോലെയാകും. കർത്താവ് എങ്ങനെ ഒരുവനെ നോക്കുന്നുവോ, കർത്താവ് എങ്ങനെ ഒരുവനെ നോക്കുന്നുവോ, അതുപോലെ എന്റെ കണ്ണുകൾ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഒരുവനെ കാണുമ്പോൾ ഞാൻ അവനെ കാണുന്നത് അവന്റെ ആത്മാവിലേക്കാണ് ഞാൻ നോക്കുന്നത്. അവന്റെ ആത്മാവിന്റെ അവസ്ഥയാണ് എന്റെ വിഷയം. കാരണം കർത്താവിന്റെ കണ്ണുകളാണ് ഇപ്പോൾ എന്റെ കണ്ണുകൾ.